സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ഒരു ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിൻ്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലൻറ്റഡ് ആക്ടർ, അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി. കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് ആ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകും. ഞാൻ 12th Man ഇത് ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? അവരൊരു ഒരു ഒരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയും പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷേ ആസിഫിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത്, ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ. താങ്ക് യു സർ.